മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ മുജാഹിദാണ് എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം പാളിയത് അജ്മൽ കസബ് പിടിയിലായതോടെ 10 ഭീകരർക്കും ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നു. അവർക്ക് പാകിസ്ഥാനിൽ കടുത്ത പരിശീലനം നൽകി. ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ ഭീകരരുമായുള്ള ആശയവിനിമയം നടന്നത് യുഎസിലെ ന്യൂജേഴ്സി വഴി. സ്പെയിനും ഇറ്റലിയും കേന്ദ്രീകരിച്ചാണ് ആക്രമണ പദ്ധതി ഏകോപിപ്പിച്ചതും പണമിടപാടുകൾ നടത്തിയതും. ഇന്ത്യ നിക്ഷേപകർക്കും വിദേശികൾക്കും സുരക്ഷിതമല്ല എന്ന് വരുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം. 2008 മുംബൈ ഭീകര ആക്രമണം ഇന്ത്യയിലെ ചില ഭീകര സംഘടനകൾ നടത്തിയതാണ് എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ മുൻ സ്പെഷ്യൽ ഡയറക്ടർ അശോക് പ്രസാദ്. ഭീകര സംഘത്തിൽ അജ്മൽ കസബ് പിടിയിലായതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥ ഗൂഢാലോചന പുറത്തുവന്നത് എന്നും പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം വിവരങ്ങൾ നൽകി. ഭീകരാക്രമണ കേസിൽ അതേസമയം മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ ആക്രമണത്തിന്റെ ആസൂത്രണത്തിന് മേൽനോട്ടം വഹിച്ചത് ISI എന്നാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഉന്നതതല യോഗത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെയും ISIയുടെയും പ്രധാന വ്യക്തികൾ പങ്കെടുത്തു. ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും റാണ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് തഹാവൂർ നിർണായക വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. കാനഡയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രസംഗിച്ചുവെന്ന് റാണ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. റിക്രൂട്ട്മെന്റ്, ധനസഹായം, ലോജിസ്റ്റിക്കൽ സഹായം എന്നിവ ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ഭീകര സംഘടന ജമാഅത്ത് ഉദ്ദവ സഹായം നൽകിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ആക്രമണത്തിന് മുന്നോടിയായി കൊച്ചിയിലും അഹമ്മദാബാദിലും ഡൽഹിയിലും ഉൾപ്പെടെ റാണ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. മുംബൈ ഭീകര ആക്രമണ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയെ യുഎസിൽ നിന്ന് ഈ മാസം 11-നാണ് ഇന്ത്യയിൽ എത്തിച്ചത്. NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര ആക്രമണമാണ് മുംബൈ ഭീകരാക്രമണം. ഇത് സംഭവിച്ച 17 വർഷങ്ങൾക്ക് ശേഷം ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയത് ഇന്ത്യയുടെ നേട്ടമാണ്. ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ കുറച്ചു സമയമെടുത്തു എങ്കിലും ഗൂഢാലോചനയിൽ പാകിസ്ഥാനുള്ള പങ്ക് തുറന്നുകാട്ടാൻ സാധിക്കുമെന്ന് കരുതുന്നു. 26/11 ആക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് ഒരാളെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നത്. ഇന്ത്യൻ സൈന്യം ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ നേരത്തെ പ്രോസിക്യൂട്ട് ചെയ്ത് തൂക്കിലേറ്റിയിരുന്നു. ആക്രമണത്തിന്റെ ഗൂഢാലോചനക്കാരനായ അബു ജുണ്ടാലിനെ സൗദി അറേബ്യ നാടുകടത്തുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ ജുണ്ടാലിനേക്കാളും കസബിനേക്കാളും കൂടുതൽ അറിവുള്ള വ്യക്തിയാണ് റാണ. പാകിസ്ഥാൻ സൈന്യത്തിലെ ഡോക്ടറായിരുന്ന റാണയ്ക്ക് ലഷ്കർ-ഇ തോയ്ബയുമായും അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിവരങ്ങൾ. ചോദ്യം ചെയ്യലിലൂടെ പാകിസ്ഥാനുമായുള്ള അടുത്തുള്ള ബന്ധം വെളിപ്പെടുത്താൻ സാധിക്കുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. കുട്ടിക്കാലം മുതൽ പട്ടാള യൂണിഫോമിനോട് എന്തെന്നില്ലാത്ത കമ്പക്കാരനായിരുന്നു പാക് വംശജൻ തഹാവൂർ റാണ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിഷ്ബുത്രി ഗ്രാമത്തിലാണ് ജനിച്ചത്. പാകിസ്ഥാനിയായ പിതാവ് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അമ്മ ഒരു അമേരിക്കൻ വനിതയും. പിന്നീട് കക്ഷി ഷിക്കാഗോയിലായിരുന്നു താമസം. എന്നാൽ റാണ ഒരിക്കലും പാകിസ്ഥാൻ പൗരനായിരുന്നിട്ടില്ല എന്നും കനേഡിയൻ പൗരനാണ് എന്നുമാണ് പാക് അധികൃതർ നൽകുന്ന വിശദീകരണം. തഹാവൂർ റാണയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. അദ്ദേഹം മിടുക്കനായ ഒരു പത്രപ്രവർത്തകനാണെന്നും വിവരങ്ങളുണ്ട്. പഠിക്കാൻ അതീവ മിടുക്കനായിരുന്നു റാണ. പാകിസ്ഥാൻ ആർമിയുടെ മെഡിക്കൽ കോർപ്സിൽ മനോരോഗ വിദഗ്ധനായി സേവനം ചെയ്തിരുന്നു. ഹസൻ അബ്ദാൽ കാഡറ്റ് കോളേജിലാണ് റാണ പഠിച്ചത്. അവിടെ വെച്ചാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ റാണ കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും 5 വർഷം ഒരേ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷം 1997 റാണ തന്റെ ഡോക്ടറായ ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് താമസം മാറുകയായിരുന്നു. അവിടെ ഇമിഗ്രേഷൻ സേവനവും വൻതോതിൽ ഹലാൽ മാംസ ബിസിനസ്സും നടത്തിയിരുന്നു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായും ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുമായും തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2008 ഭീകര ആക്രമണത്തിൽ 66 പേർ കൊല്ലപ്പെടുകയും 238-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 60 മണിക്കൂറിലേറെ നീണ്ടു നിന്നിരുന്നു ആ ആക്രമണം. കടൽ വഴി ബോട്ടിലെത്തിയ 10 ലഷ്കർ ഭീകരന്മാരാണ് ഇതിന്റെ പിന്നിലെന്ന് അന്ന് തന്നെ വെളിവായിരുന്നു. ഡൽഹിയിലെ CGO കോംപ്ലക്സിലെ NIA ആസ്ഥാനത്തെ ഉയർന്ന സുരക്ഷാ സെല്ലിലാണ് ഇപ്പോൾ റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ യൂണിഫോമിനോട് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. സൈന്യത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷവും അദ്ദേഹം പലപ്പോഴും സൈനിക വസ്ത്രം ധരിച്ച ചിലരെ കാണാൻ പോകുമായിരുന്നു എന്നാണ് വിവരങ്ങൾ. ജിഹാദ് ഇസ്ലാമി എന്നിവയുടെ ക്യാമ്പുകളും ഇടയ്ക്കിടെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ട്. അതും പാകിസ്ഥാൻ സൈന്യത്തിലെയും ISIയിലെയും ആളുകളോടൊപ്പം യൂണിഫോം ധരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.